വർഗീയ ധ്രുവീകരണം അഥവാ കമ്മ്യൂണൽ പോളറൈസേഷനെ ബി.ജെ.പിക്കാർ ഓമന പേരിട്ട് വിളിച്ചത് എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെയാണ്. അമിത്ഷാ ബി.ജെ.പിയുടെ അധ്യക്ഷനാകുന്നതിന് മുമ്പ് 2014 പൊതു തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ പദ്ധതി അതായിരുന്നു. 80-ൽ 71 സീറ്റുകൾ ബി.ജെ.പി നേടിയെടുക്കുകയും ചെയ്തു. ഒരുപക്ഷെ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നതിൽ കാതലായ സംഭാവന ചെയ്ത സംസ്ഥാനം. 282 സീറ്റുകൾ ബി.ജെ.പിക്ക് ലഭിച്ചുവെങ്കിൽ അതിലെ 71 സീറ്റുകൾ യു.പിയിൽ നിന്നുള്ള സംഭാവനയായിരുന്നു. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ പിന്നീട് അങ്ങോട്ടാണ് യോഗി ആദിത്യനാഥ് അധികാരത്തിലേക്ക് വരുന്നത്. അതായത് 303 സീറ്റ് ഒറ്റയ്ക്ക് ബി.ജെ.പി നേടിയെടുത്തുകൊണ്ടാണ് 403 അംഗ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബി.ജെ.പി വെന്നിക്കൊടി പാറിച്ചത്. അത് 2017 അതിനുശേഷം പിന്നീട് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50ഓളം സീറ്റുകൾ അവർക്ക് നഷ്ടമായെങ്കിലും അധികാരത്തിനുള്ള ഭൂരിപക്ഷം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്നത് ഡബിൾ എഞ്ചിനാണ് എന്നും യോഗിയുടെ ബുൾഡോസർ നീണാൾ വാഴും എന്നും പ്രഖ്യാപിച്ച ബി.ജെ.പിക്ക് ഇത്തവണ അടി തെറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 7 ഘട്ടങ്ങളിലായാണ് യു.പിയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് സമാനതകളില്ലാതെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒരുമിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് വിശ്രമമില്ലാതെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി. ഈ പ്രവർത്തനത്തിൽ തീർച്ചയായും ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാകും. തീർച്ചയായും ഒരവസരം അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ കഴിയാതെ ജനങ്ങൾ വലിയ രീതിയിൽ അവരുടെ പ്രവർത്തനം അവർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ട് എന്നുള്ളത് അങ്ങോളം ഇങ്ങോളം എനിക്ക് മനസ്സിലാകാൻ ഇടയായി എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത്. നോക്കണം, 62 സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും 17 സീറ്റുകൾ കോൺഗ്രസും എന്ന രീതിയിലാണ് ഉത്തർപ്രദേശിൽ ധാരണയായിരിക്കുന്നത്. ഈ ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ കോൺഗ്രസ്സിന് ഒരു 5 സീറ്റെങ്കിലും ജയിച്ചെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും കോൺഗ്രസ് തിരിച്ചു വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൂടി 30-ലധികം സീറ്റ് നേടിയാൽ തീർച്ചയായും ബി.ജെ.പിക്ക് പരിക്കേൽക്കും. കാരണം ബി.ജെ.പിയുടെ കോട്ടയാണ് അങ്ങനെയെങ്കിൽ ചോരുന്നത്. ബി.ജെ.പിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വൻ വെല്ലുവിളിയാവും. കോൺഗ്രസ് സമാജ്വാദി പാർട്ടി കോംബോ തീർച്ചയായും അതിനെ വിജയിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഒരുപക്ഷെ അഖിലേഷ് യാദവിനേക്കാൾ ആവശ്യക്കാരൻ രാഹുൽ ഗാന്ധിയായി മാറിയതുകൊണ്ട്. നമുക്കറിയാം, ഉത്തർപ്രദേശ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ഒരു പാർട്ടി അതിനുശേഷം പിന്നീട് മണ്ഡൽ കമ്മീഷൻ ഒക്കെ രൂപീകൃതമായപ്പോൾ കോൺഗ്രസ് മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കേവലം 2 സീറ്റ് മാത്രമാണ് കോൺഗ്രസ്സിന് നേടിയത്. വോട്ട് ഷെയറിൽ ഗണ്യമായി വീണ്ടും കുറഞ്ഞു. 7% എന്നുള്ളത് 4.5% കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞു. എന്നാൽ ഇക്കുറി വോട്ട് ഷെയറിൽ മാത്രമല്ല, സീറ്റുകളിൽ മാത്രമല്ല, പരമാവധി ലോക്സഭാ മണ്ഡലങ്ങളിൽ ക്യാമ്പയിൻ നടത്തി സമാജ്വാദി എന്നോ കോൺഗ്രസ് എന്നോ അല്ലാതെ ഇന്ത്യ മുന്നണി എന്ന പൊതു ആവേശത്തിലാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതും രാഹുൽ ഗാന്ധി പ്രവർത്തനം നടത്തിയത്. ഇതൊരു പക്ഷേ വലിയ വിജയത്തിലേക്ക് നയിക്കാൻ കാരണമാകും എന്ന് തന്നെയാണ് അഖിലേഷ് യാദവും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കളും പറയുന്നത്.